ഹായ്, അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രോബബിലിറ്റി ആണ്. +1ലും +2ലും പ്രോബബിലിറ്റി ഉണ്ട്. രണ്ടിൽ നിന്നും കൂടി കണക്ട് ചെയ്തുകൊണ്ടാണ് ചോദ്യങ്ങൾ ചോദിക്കാറുള്ളത്. +1ലും +2ലും സെപ്പറേറ്റ് ആയിട്ട് വേണമെങ്കിലും നമുക്ക് പറയാം. പക്ഷേ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം +1ലെയും +2ലെയും പ്രോബബിലിറ്റികൾ തമ്മിൽ ഒരുപാട് വ്യത്യാസമല്ല. +1 പഠിക്കുന്ന കാര്യങ്ങൾ നമുക്ക് +2ലും ആവശ്യമുണ്ട്. +1ൽ നമ്മൾ ഇവന്റുകളും അതേപോലെ ഇവന്റിന്റെ പ്രോബബിലിറ്റിയും ഓൾജിബ്ര ഓഫ് ഇവന്റ്സ് ഒക്കെയാണ് പ്രധാനമായിട്ട് പഠിക്കുന്നതെങ്കിൽ അത് +2ൽ എത്തുന്ന സമയത്ത് കണ്ടീഷണൽ പ്രോബബിലിറ്റിയും മൾട്ടിപ്ലിക്കേഷൻ തിയറും ടോട്ടൽ പ്രോബബിലിറ്റി തിയറും ബേസ് തിയറും ഒക്കെ ആയിട്ട് മാറുന്നുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളെ പറ്റിയൊക്കെ കൃത്യമായുള്ള ഐഡിയ ഉണ്ടാക്കി വെക്കുക. നമുക്ക് ഓരോ ചോദ്യങ്ങളായിട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, ദെൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കും. ഇഫ് എ ആൻഡ് ബി ആർ ടു ഇൻഡിപെൻഡന്റ് ഇവന്റ്സ്. ഈ ഇൻഡിപെൻഡന്റ് ഇവന്റിൻ്റെത് നമ്മൾ പഠിക്കുന്നത് +2ലാണ്. ഇൻഡിപെൻഡന്റ് ഇവന്റ് ആണെങ്കിൽ പി ഓഫ് എ ഡാഷ് പി ഓഫ് ബി തന്നിട്ടുണ്ട്. വാട്ട് ഈസ് പി ഓഫ് എ യൂണിയൻ ബി? ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ പി ഓഫ് എ യൂണിയൻ ബി കാണണമെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കോമൺ ഇക്വേഷൻ ഉണ്ട്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ദാറ്റ് ഈസ് പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി. ആൻഡ് അടുത്ത കാര്യം, എയും ബിയും ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ എ ഇന്റർസെക്ഷൻ ബി, പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി ആ. അതും നമുക്കറിയാം. ഇഫ് എ ആൻഡ് ബി ആർ ഇൻഡിപെൻഡന്റ്, ഇഫ് എ ആൻഡ് ബി ആർ ഇൻഡിപെൻഡന്റ്, എ ആൻഡ് ബി ആർ ഇൻഡിപെൻഡന്റ്, എയും ബിയും ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഈസ് ഈക്വൽ ടു പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി. ഇങ്ങനെയാണ് വരിക. റെഡി അല്ലേ? എയും ബിയും ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി ആണ്. ഓക്കെ, പി ഓഫ് എ ഡാഷ് അറിയാം, പി ഓഫ് എ അറിയില്ല. സിമ്പിൾ അല്ലേ? പി ഓഫ് എ ഡാഷ് ആണ് തന്നിട്ടുള്ളത്. നമുക്ക് പി ഓഫ് എ ആണ് കണ്ടെത്തേണ്ടതെങ്കിൽ പി ഓഫ് എ ഡാഷ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 മൈനസ് പി ഓഫ് എ ആണെന്ന് അറിയാലോ. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ളത് പി ഓഫ് എ ഡാഷ് ആ. 0.8 ഈസ് ഈക്വൽ ടു 1 മൈനസ് പി ഓഫ് എ എന്ന് എഴുതാം. അപ്പോൾ പി ഓഫ് എ ഈസ് ഈക്വൽ ടു 0.2 ആയിരിക്കും വരിക അല്ലേ? 1 മൈനസ് 0.8 0.2. അപ്പോൾ പി ഓഫ് എ 0.2 ഇൻറ്റു പി ഓഫ് ബി ഓൾറെഡി അറിയാം 0.6. 2 ഇൻറ്റു 6 12. അപ്പോൾ പോയിന്റിന് ശേഷം രണ്ട് നമ്പേഴ്സ് ഉള്ളത് 0.12. അതാണ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി. ഓക്കെ, സിമ്പിൾ. അപ്പൊ നമ്മൾ ഇനി ചെയ്യുന്നത് എന്താ? പി ഓഫ് എ ഇപ്പൊ എന്തായാലും നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് 0.2 ആണ്. പി ഓഫ് ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 0.6 ആണ്. ആൻഡ് മൈനസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ 0.12. ഇത് രണ്ടും കൂടി കൂട്ടിയാൽ 0.8 കിട്ടും. മൈനസ് 0.12. 80 മൈനസ് 12 എന്ന് പറയുമ്പോൾ നമുക്ക് 68 കിട്ടും. അതായത് 0.68 ആയിരിക്കും ആൻസർ. സോ ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ്. ഓക്കെ, അപ്പൊ ഇതിൽ നിങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം വളരെ നോർമൽ ആയുള്ള ഒരു ചോദ്യമാണ്. ഇവിടെ പി ഓഫ് എ അല്ല തന്നത്, പി ഓഫ് എ ഡാഷ് ആ. പി ഓഫ് എ ഡാഷ് തന്ന പി ഓഫ് എ കണ്ടെത്തണം. ദെൻ പി ഓഫ് എ യൂണിയൻ ബി കണ്ടെത്തണമെങ്കിൽ പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ചെയ്യണം. ഈ പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി കിട്ടണമെങ്കിൽ എയും ബിയും ഇൻഡിപെൻഡന്റ് ആണ് എന്നുള്ളത് തന്നത് കൊണ്ട് ഈ കണ്ടീഷനും ആലോചിച്ച് വെക്കണം. ഈ 3 കാര്യങ്ങൾ റെഡി. ഈ 3 കാര്യങ്ങളൂടെയും ഒരുമിച്ച് വെച്ചിട്ട് നമുക്ക് എഴുതാം. സോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. എ ബോക്സ് കണ്ടെയ്ൻസ്, നോക്കിക്കേ നല്ലതുപോലെ ശ്രദ്ധിച്ചോ. എ ബോക്സ് കണ്ടെയ്ൻസ് 4 red and 6 white marbles. Okay, a box contains 4 red and 6 white marbles. 2 successive draws of 3 balls are made without replacement. Okay, ശ്രദ്ധിക്കണം. ഒരു ബോക്സിൽ 4 റെഡും 6 വൈറ്റ് ബോൾസും ഉണ്ട്. ഞാനൊരു ബോക്സ് വരച്ചു. 4 റെഡ് ഉണ്ട് ആൻഡ് അതേപോലെ തന്നെ 6 വൈറ്റ് ബോൾസ് ഉണ്ട്. 2 successive draws of 3 balls are made without replacement. അതായത് ആദ്യം ഒരു 3 ബോൾ എടുത്തു, ദെൻ അഗെയിൻ വീണ്ടും ഒരു 3 ബോൾ എടുത്തു. എന്നിട്ട് the probability that in the first draw all the 3 balls are white and in the second draw all the 3 balls are red. അപ്പോൾ നമ്മൾ 3 ബോൾസ് അല്ലേ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ 3 ബോൾസ് നമുക്ക് ടോട്ടൽ എത്ര രീതിയിൽ പിക്ക് ചെയ്യാം? ഇത് സെലക്ഷനാണ്. നമ്മൾ ഒന്നിൽ കൂടുതൽ ആൾക്കാരെ ഒരേ സമയം എടുക്കുകയാണെങ്കിൽ നമ്മൾ അവിടെ കോമ്പിനേഷൻ വെച്ചിട്ടാണ് പ്രോബബിലിറ്റി ചെയ്തുക. അതായത് നിങ്ങൾ നിങ്ങളുടെ ഫസ്റ്റ് ഡ്രോ എന്ന് പറയുന്നത് ശ്രദ്ധിച്ചേ, ഫസ്റ്റ് ഡ്രോയിൽ നിങ്ങൾ എടുക്കുന്നത് എന്താണെന്ന് പറഞ്ഞത് 3 balls are white. ആദ്യത്തതിൽ 3 ബോൾസും വൈറ്റ് ആയിരിക്കണം. അപ്പോൾ ഫസ്റ്റ് ഡ്രോ പിന്നെ ഇങ്ങനെ ആയിരിക്കും വരിക. ഫസ്റ്റ് ഡ്രോ വരിക 3ഉം വൈറ്റ് ആകണ്ടേ. 3ഉം വൈറ്റ് ആകണം എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഇതിൽ എത്ര വൈറ്റ് ഉണ്ട്? ടോട്ടൽ ഇതിൽ 6 വൈറ്റ് ഉള്ളത്. അത് 3ഉം വൈറ്റ് ആകുന്നത് 63 രീതിയിലാണ്. ബൈ ടോട്ടൽ പ്രോബബിലിറ്റി എഴുതുന്ന സമയത്ത് ഫസ്റ്റ് ഡ്രോന്റെ പ്രോബബിലിറ്റിയാണ് പ്രോബബിലിറ്റി. ഓക്കെ, ടോട്ടൽ 10 ഉള്ളത്. ഈ 10 എണ്ണത്തിൽ നിന്ന് നിങ്ങൾക്ക് 3 എണ്ണം എത്ര രീതിയിൽ എടുക്കാം? 10c3. അപ്പൊ ആദ്യത്തതിന്റെ ആൻസർ വരിക ഇതാ 63/10c3. ഇനി സെക്കൻഡ് ഡ്രോന്റെ ആൻസർ വരിക നോക്ക്. സെക്കൻഡ് ഡ്രോയിൽ എന്താ പറഞ്ഞത് നോക്കേ, വിത്തൗട്ട് റീപ്ലേസ്മെന്റാ. അതായത് 3 എണ്ണം ഇപ്പോൾ ഓൾറെഡി ഇതിൽ നിന്ന് എടുത്ത് പോയിട്ടുണ്ട്, കഴിഞ്ഞിട്ടുണ്ട്. അപ്പം പിന്നെ 3 എണ്ണം കഴിഞ്ഞാൽ പിന്നെ 7 എണ്ണേ ബാക്കി ഉണ്ടാവും. ആ 7 എണ്ണത്തിൽ നിന്നാണ് പിന്നെ അടുത്ത 3 എണ്ണം നിങ്ങൾ എടുക്കേണ്ടത്. ഇപ്പൊ ടോട്ടൽ 7 ആണുള്ളത്. ആ 7 ആണ് 3 എണ്ണം പിക്ക് ചെയ്യേണ്ടത്. അപ്പൊ 7c3. ഇതാണ് ടോട്ടൽ എപ്പോഴും നമ്മൾ ഡിനോമിനേറ്ററിലല്ലേ എഴുതുക. ഇനി രണ്ടാമത്തേൽ നോക്കിക്കേ. ഇൻ ദ സെക്കൻഡ് റോ ഓൾ 3s are red.
അപ്പൊ റെഡ് ബാക്കി എന്തായാലും 4 എണ്ണം ഉണ്ട്. ആ 4 എണ്ണത്തിൽ നിന്ന് 3 റെഡ് പിക്ക് ചെയ്താൽ മതി. അപ്പൊ 4C3 എന്നാ വരിക. ഓക്കെ, അപ്പൊ ചോദ്യം അതൊന്നുമല്ല. ഇനി നമുക്ക് കണ്ടെത്താൻ പറഞ്ഞത് എന്താ നോക്ക്. കണ്ടെത്താൻ പറഞ്ഞത് കൃത്യമായിട്ട് നോക്കിക്കേ. ദ പ്രോബബിലിറ്റി ഓഫ് ഫസ്റ്റ് ഡ്രോ ഈസ് എന്തായിരുന്നു പറഞ്ഞത്? വൈറ്റ്. ഫസ്റ്റ് ഡ്രോ ഈസ് വൈറ്റ് ആൻഡ് സെക്കൻഡ് ഡ്രോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് റോ ഈസ് റെഡ് അല്ലേ പറഞ്ഞത്? സെക്കൻഡ് റോ റെഡ്. അപ്പൊ നമ്മൾ എഴുതുന്ന സമയത്ത് വളരെ സിമ്പിളാ. നിങ്ങൾക്കറിയാം മൾട്ടിപ്ലിക്കേഷൻ തിയറം ഓഫ് പ്രോബബിലിറ്റി വെച്ചിട്ടാണ് നമ്മൾ ഇത് ചെയ്യുക. ഫസ്റ്റ് ഡ്രോന്റെ പ്രോബബിലിറ്റി വരുന്നത് 6C3 ഡിവൈഡഡ് ബൈ 10C3 ആണ് ഇൻറ്റു. പിന്നെ മൾട്ടിപ്ലിക്കേഷൻ തിയറത്തിൽ എന്താ? ഒരു ഇവന്റ് നടന്നു കഴിഞ്ഞു എങ്കിൽ അടുത്ത ഇവന്റ് നടക്കാനുള്ളത്. അപ്പൊ നമ്മൾ എഴുതുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും 3 എണ്ണം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ 7 എണ്ണ ടോട്ടൽ ഉണ്ടാവുക. ആ 7 എണ്ണത്തിൽ നിന്ന് 3 എണ്ണം എടുക്കുന്ന സമയത്ത് 7C3 നമ്മളിവിടെ ഓൾറെഡി എഴുതിയതാ. ഈ സാധനം തന്നെ ഇങ്ങോട്ട് എഴുതിയാൽ മതി, 4C3. അപ്പം ആ 4 എണ്ണത്തിൽ നിന്നാണ് 3 എണ്ണം എടുക്കുന്നത്. ഏത് 4? ആ റെഡ്. 4 റെഡിൽ നിന്നാണ് 3 റെഡ് എടുക്കുന്നത്. സിമ്പിൾ കാര്യം. ഓക്കെ, നോക്കാം. അപ്പോൾ നമ്മൾ കോമ്പിനേഷൻ അല്ലേ? അതാ 6 × 5 × 4 3 എണ്ണം താഴോട്ട് 1 × 2 × 3. ഓക്കെ, ഇവിടെയും ഇവിടെ അതേപോലെ തന്നെ കേട്ടോ കട്ട് ചെയ്ത് പോവുക. അപ്പം ഇത് നിങ്ങൾ അങ്ങനെ എഴുതണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്കൊരു ഐഡിയ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഏറ്റവും സിമ്പിളായിട്ട് ഇതിൻ്റെ ആൻസറിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം. ഇവിടെ അതേപോലെ തന്നെ വരിക. 4 × 3 × 2 ഡിവൈഡഡ് ബൈ 1 × 2 × 3 ആൻഡ് 7 × 6 × 5. കോമ്പിനേഷൻ എഴുതുന്നത് അറിയില്ലേ? അതേ രീതി തന്നെ. അപ്പോൾ ഇത് രണ്ടും കട്ട് ചെയ്യാം, ഇത് രണ്ടും കട്ട് ചെയ്യാം. ഓക്കെ, ബുദ്ധിമുട്ടില്ല. ഇനി നിങ്ങൾ എഴുതുന്ന സമയത്ത് ഇങ്ങനെയല്ലേ വരുന്നത് നോക്ക്. 6 × 5 × 4 × 4 × 3 × 2 ബൈ താഴെ 10 × 9 × 8 × 7 × 6 × 5. കട്ട് ചെയ്യാനുള്ളതൊക്കെ കട്ട് ചെയ്തോ. 6ഉം 5ഉം പോട്ടെ, 6ഉം 5ഉം പോയി. പിന്നെ ഒരു 4ഉം ഒരു 2ഉം 4 2 8 പോയി. പിന്നെ കട്ട് ചെയ്യാനുള്ളത് 3 ഇവിടുന്ന് കട്ട് ചെയ്തു, ഇവിടുന്ന് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ 3 ടൈംസ്. ഓക്കെ, അതും പോയി. പിന്നെ അപ്പൊ ഇവിടെ ബാക്കിയുള്ളത് നോക്കിയേ. 4/3 × 7 21 21 × 10 210. അപ്പോൾ 4/210 ആണുള്ളത്. ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്താൽ 2/105. അപ്പൊ 2/105 എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടോ നോക്കി. യെസ്, ഓപ്ഷൻ എ. അപ്പൊ ഇതായിരിക്കും കറക്റ്റ് വരിക. ശ്രദ്ധിക്കണം, നമ്മൾ ഒന്നിൽ കൂടുതൽ ആൾക്കാരെ ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കോമ്പിനേഷൻ യൂസ് ചെയ്തുകൊണ്ടാണ് പ്രോബബിലിറ്റി എഴുതുക. ആ കാര്യം മറക്കരുത്. എന്നിട്ട് നിങ്ങൾക്ക് ഈ ഒരു ആൻസറിലേക്ക് എത്താം. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ഇൻ എ ക്ലാസ് 60% of the student know lesson 1, 40% know lesson 2, 20% know lesson 1 and 2. A student is selected at random. The probability that the student does not know lesson 1 and lesson 2. lesson 1 അറിയില്ല, lesson 2 അറിയില്ല. ഓക്കെ, lesson 1നെ ഞാൻ lesson 1നെ നമ്മൾ എ എന്ന് പറഞ്ഞ ഇവന്റ് ആയിട്ടും lesson 2നെ ഞാൻ ബി എന്ന് പറഞ്ഞ ഇവന്റ് ആയിട്ടും കൊടുത്തു. ഓക്കെ, അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് എ എഴുതുന്ന സമയത്ത് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അറിയാം ഇത് 60% ആണെങ്കിൽ പ്രോബബിലിറ്റി എഴുതുകയാണെങ്കിൽ നമുക്കത് 60/100 എന്ന് എഴുതിയാൽ മതി അല്ലേ? 60/100 അല്ലെങ്കിൽ 6/10 എഴുതാം. ഓക്കെ, സിംപ്ലിഫൈ ചെയ്യുമ്പോൾ പ്രോബബിലിറ്റി ഓഫ് ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എത്ര പെർസെൻറ്റേജാ? 40% ആണ് രണ്ടാമത്തെ ലെസൺ അറിയുന്ന ആൾക്കാർ. സോ ഡെഫിനറ്റ്ലി നമുക്കിത് എഴുതാൻ പറ്റുന്നത് 40/100 വിച്ച് മീൻസ് 4/10. സിമ്പിൾ. ഓക്കെ, അപ്പൊ എയുടെ പ്രോബബിലിറ്റി എഴുതി, ബിയുടെ പ്രോബബിലിറ്റി എഴുതി. ദെൻ അടുത്ത് നമുക്ക് ബോത്ത് എ ആൻഡ് ബി പ്രോബബിലിറ്റി ദാറ്റ് ബോത്ത് ലെസൺ 1 ആൻഡ് ലെസൺ 2 അല്ലേ? ലെസൺ 1 ആൻഡ് ലെസൺ 2, ലെസൺ 1ഉം ലെസൺ 2. ലെസൺ 1ഉം ലെസൺ 2 ആണെങ്കിൽ ദെൻ അത് നമ്മൾ എങ്ങനെ എഴുതുക? പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ആ. എ ഇന്റർസെക്ഷൻ ബി 20%. അപ്പൊ 20% ആണെങ്കിൽ 20/100 ദാറ്റ് ഈസ് ഈക്വൽ ടു 2/10. അപ്പൊ 3 കാര്യങ്ങളും കിട്ടി. ഗോട്ട് ഇറ്റ്? 3 കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇനി പ്രശ്നമില്ല. ഇനി നിങ്ങളോട് ചോദിച്ചത് നോക്കിക്കേ. ഡസ് നോട്ട് നോ ലെസൺ 1 ആൻഡ് ലെസൺ 2. അപ്പൊ നമുക്ക് വേണ്ടത് എന്താണെന്നറിയോ? പ്രോബബിലിറ്റി ഓഫ് ഡസ് നോട്ട് നോ ലെസൺ 1 ആൻഡ് ലെസൺ 2. അതായത് ലെസൺ 1 അറിയില്ല, എ എന്ന് പറയുന്ന ഇവന്റ് ഇല്ല എന്ന് അതിന്റെ അർത്ഥം. ഡസ് നോട്ട് അതിന്റെ കോംപ്ലിമെന്റാ. അപ്പൊ ലെസൺ 1 അറിയാത്ത ആൾക്കാർ, അപ്പൊ എ എന്ന് പറയുന്ന ഇവന്റിന്റെ കോംപ്ലിമെന്റ്. ആൻഡ് വന്നത് കൊണ്ട് ഇന്റർസെക്ഷൻ ലെസൺ 2, അതായത് ഡസ് നോട്ട് നോ ലെസൺ 1 ആൻഡ് ലെസൺ 2. അപ്പൊ എ ഇന്റർസെക്ഷൻ എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്. ഇതാണ് കാണേണ്ടത്. ഇത് നമ്മൾ ഡിമോർഗൻസ് ലോയിൽ പഠിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു എ യൂണിയൻ ബി ഓൾ കോംപ്ലിമെന്റ്. എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എ യൂണിയൻ ബി ഓൾ കോംപ്ലിമെന്റ്. അപ്പൊ ഇതിന് പകരം ഇങ്ങനെ ഇതാ
ഒരു ഇവന്റിന്റെ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ 1ൽ നിന്ന് ആ ഇവന്റിന്റെ പ്രോബബിലിറ്റി മൈനസ് ചെയ്യുന്നതാണ്. അപ്പൊ എ യൂണിയൻ ബിയുടെ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 മൈനസ് പി ഓഫ് എ യൂണിയൻ ബി ചെയ്താൽ മതി. പി ഓഫ് എ യൂണിയൻ ബിയുടെ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എ യൂണിയൻ ബിയുടെ കോംപ്ലിമെന്റിന്റെ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ 1ൽ നിന്ന് എ യൂണിയൻ ബിയുടെ പ്രോബബിലിറ്റി മൈനസ് ചെയ്താൽ മതി. സിമ്പിൾ. ഇനി എങ്ങനെയാ? ഇനി നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്നറിയോ? പി ഓഫ് എ യൂണിയൻ ബി ഫൈൻഡ് ചെയ്യാം. നമുക്കറിയാവുന്ന ഒരു കാര്യമുണ്ട്, പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി. സോ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എഴുതുന്ന സമയത്ത് നോക്ക്, ഇതെല്ലാം കൂടി അങ്ങ് ആഡ് ചെയ്താൽ മതി. 1 മൈനസ് പി ഓഫ് എ എത്രയാടാ? 6/10 പ്ലസ് 4/10 മൈനസ് എ ഇന്റർസെക്ഷൻ ബി 2/10. അപ്പം നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ എഴുതുമ്പോൾ 1 മൈനസ് 6 4 10 10 മൈനസ് 2 8. അപ്പോൾ 8/10 എന്ന് വരും. 8/10 1 മൈനസ് 8/10 എന്ന് പറഞ്ഞാൽ 2/10 ആയിരിക്കും ആൻസർ. 2/10 എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഇല്ല കേട്ടോ. അപ്പോൾ അതൊന്നുകൂടി സിംപ്ലിഫൈ ചെയ്തോ. സോ ആൻസർ വിൽ ബി 1/5. 1/5 ഉണ്ട്, ഓപ്ഷൻ ഡി. ഗോട്ട് ഇറ്റ്? അപ്പോൾ ആൻസർ എന്താണോ കിട്ടിയത് അതിനെ നിങ്ങൾ ഓപ്ഷനിലേക്ക് മാറ്റുക എന്നുള്ളതാണ്. ഈസി, ബുദ്ധിമുട്ടില്ലാത്ത ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ചോദ്യം. അടുത്ത നോക്ക്. എം ആൻഡ് എൻ ആർ ഇവൻ സച്ച് ദാറ്റ് പി ഓഫ് എം യൂണിയൻ എൻ, എം ഇന്റർസെക്ഷൻ എൻ, പി ഓഫ് എം ഡാഷ്, ഇത് കോംപ്ലിമെന്റ് ആണ്, അതും തന്നിട്ടുണ്ട്. ദെൻ പി ഓഫ് എം ഡാഷ് ഇന്റർസെക്ഷൻ എൻ. ഓക്കെ, ഒറ്റ കാര്യം, നിങ്ങൾ ഈ ഒരു സാധനം പഠിച്ചിട്ടുണ്ടാവും. പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ പി ഓഫ് എ മൈനസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ആണ്. ഓക്കെ, അപ്പൊ അത് വെച്ചിട്ട് നമുക്കിത് എഴുതാം. ഈ ഒരു റിസൾട്ട് നിങ്ങൾ എന്തായാലും അറിഞ്ഞിരിക്കേണ്ടതാണ്. ദിസ് ഈസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. സോ പി ഓഫ് എ യൂണിയൻ ബി കണ്ടെത്തണം. പി ഓഫ് എ യൂണിയൻ ഇവിടെ എം എന്നാ തന്നത്. നമുക്ക് നോക്കാം ഓരോന്ന്. ഇവിടെ തന്നിട്ടുള്ളത് പി ഓഫ് എം കോംപ്ലിമെന്റിനാണ് ആ ഒരു മുകളിലൊരു ബാർ ഇടുന്നത്, രണ്ടും സെയിം ആണ്. ഇന്റർസെക്ഷൻ എൻ. ഓക്കെ, ഇത് നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? പി ഓഫ് എൻ ഇന്റർസെക്ഷൻ എം ബാർ എന്ന് എഴുതിക്കൂടെ? പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് ആണെങ്കിൽ പി ഓഫ് എ മൈനസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി. അപ്പൊ പി ഓഫ് എൻ മൈനസ് പി ഓഫ് എൻ ഇന്റർസെക്ഷൻ എം എന്ന് വരും. റെഡി? അപ്പൊ എൻ കണ്ടെത്തണം അല്ലേ? എൻ ഇന്റർസെക്ഷൻ എം, എം ഇന്റർസെക്ഷൻ എൻ ആൻഡ് എൻ ഇന്റർസെക്ഷൻ എം ബോത്ത് ആർ സെയിം, കമ്മ്യൂട്ടേറ്റീവ് ആണ്. എം ഇന്റർസെക്ഷൻ എൻ എഴുതിയാലും എൻ ഇന്റർസെക്ഷൻ എം എന്ന് എഴുതിയാലും സെയിം ആണ്. സോ നിങ്ങൾ ഇനി എൻ കണ്ടെത്തണമെങ്കിൽ നമുക്ക് ഒറ്റ കാര്യം ചെയ്താൽ മതി. നമുക്ക് എം യൂണിയൻ എന്നും എം ഇന്റർസെക്ഷൻ എന്നും എം ഡാഷും ഉണ്ട്. അപ്പൊ എൻ കണ്ടെത്തണമെങ്കിൽ നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഈ ഇക്വേഷൻ അറിയൂലേ? പി ഓഫ് എം യൂണിയൻ എൻ ഈസ് ഈക്വൽ ടു പി ഓഫ് എം പ്ലസ് പി ഓഫ് എൻ മൈനസ് പി ഓഫ് എം ഇന്റർസെക്ഷൻ എൻ. ഓക്കെ, പി ഓഫ് എം യൂണിയൻ എന്ന് പറഞ്ഞാൽ 3/4. പി ഓഫ് എം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പി ഓഫ് എം ഡാഷ് തന്നിട്ടുണ്ട്. പി ഓഫ് എം ഡാഷ് തന്നിട്ടുണ്ടെങ്കിൽ 1 മൈനസ് 2/3, അതായത് പി ഓഫ് എം ഡാഷ് ചെയ്താൽ നിങ്ങൾക്ക് പി ഓഫ് എം കിട്ടും, വിച്ച് മീൻസ് ഇത് 1/3 വരിക. പി ഓഫ് എൻ ആണ് നമുക്ക് കണ്ടെത്തേണ്ടത്. ഓക്കെ, പി ഓഫ് എൻ വേണം. ആൻഡ് പി ഓഫ് എം ഇന്റർസെക്ഷൻ എൻ 1/4 ആണെന്നും തന്നിട്ടുണ്ട്. ഓക്കെ, ഇതെല്ലാം കൂടി ഒരു സൈഡിലേക്ക് ആക്കിക്കോ. സോ 3/4 ഇതിങ്ങോട്ട് വരുമ്പോൾ പ്ലസ് 1/4 മൈനസ് 1/3, അതാണ് പി ഓഫ് എൻ. ദെൻ ഇത് നമ്മൾ ചെയ്യുന്ന സമയത്ത് 3 + 1 4/4 1 ആവും. അപ്പോൾ 1 മൈനസ് 1/3 ആയിരിക്കും പി ഓഫ് എൻ എന്ന് പറഞ്ഞാൽ, വിച്ച് മീൻസ് പി ഓഫ് എൻ ഈസ് ഈക്വൽ ടു യു വിൽ ഗെറ്റ് 2/3 ആയിട്ട് പി ഓഫ് എൻ കിട്ടും. പി ഓഫ് എൻ 2/3 ആണെങ്കിൽ ഇനി എന്ത് സിമ്പിളാ? 2/3 മൈനസ് എൻ ഇന്റർസെക്ഷൻ എം എത്ര നോക്ക്? 1/4 അല്ലേ? 1/4 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. 2 × 4 8 മൈനസ് 1 × 3 3 ഡിവൈഡഡ് ബൈ 3 × 4 12. സോ ആൻസർ വിൽ ബി 5/12. 5/12 ആണ് ആൻസർ വരിക. ഓപ്ഷൻ ഉണ്ട്, ഓപ്ഷൻ ഇ ഈസ് ദ കറക്റ്റ്. 5/12. കുറച്ചുകൂടി വെറൈറ്റി ചോദ്യങ്ങളാണ്, ഡയറക്റ്റ് അല്ല. ഒരിക്കലും നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അങ്ങനെ ചിന്തിച്ച് പെട്ടെന്ന് എഴുതാൻ പറ്റൂല. പക്ഷെ നമ്മൾ ഈ ഒരു ഐഡന്റിറ്റി ഒക്കെ വെച്ചിട്ട് എഴുതിയാൽ മതി. ഇവിടെ നമ്മൾ ഈ ഇക്വേഷനിലേക്ക് എത്തുന്ന സമയത്ത് പിന്നെ വേറെ ഒരാളെ കാണാനുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യനിൽ വേറെ ഹിന്റുകളുണ്ട്, അത് യൂസ് ചെയ്തുകൊണ്ട് ആ പി ഓഫ് എൻ എന്താണെന്നുള്ളത് കണ്ടെത്തുക. ദെൻ കം ടു നമ്മുടെ ആൻസർ. ഈസി. ഓക്കെ, ദെൻ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്ക്. നമ്മുടെ പ്രോബബിലിറ്റിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ മിസ് ചെയ്യാൻ പറ്റാത്ത ഒരു സംഭവമാണ് ബേസ് തിയറത്തിൻ്റെ ക്വസ്റ്റ്യൻ. ചിലപ്പോൾ ക്വസ്റ്റ്യൻ വലുതായിരിക്കും, ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചെറുതായിരിക്കും. അപ്പോൾ ബേസ് തിയർ ആണെന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം. നമുക്ക് ഈ ഒരു ചോദ്യം നോക്കാം. An electric bulb manufacturing company manufactures 3 types of electric bulb ABC. In a room containing these 3 types of electric bulb, it is known that 6% of type A electric bulb are defective, 4% of type B electric bulb are defective, 2% of type C electric bulb are defective. Okay, an electric bulb is selected at random from a load containing 50 type A electric bulb, 30 type B and 20 type C. Okay, അപ്പോൾ നമ്മൾ
എപ്പോഴും ബേസ് തിയറത്തിന്റെ ചോദ്യം തരുന്ന സമയത്ത് നിങ്ങളൊരു റഫ് ഫിഗർ വരയ്ക്കാൻ പറ്റുമോ നോക്കുക. നമുക്കിവിടെ 3 ടൈപ്പ് ഇലക്ട്രിക് ബൾബ് ഉള്ളത് ഞാനൊരു പാർട്ടീഷൻ ചെയ്തു മൊത്തം സാമ്പിൾ സ്പേസിന്. അതിൽ എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ടല്ലോ. എ, ബി, സി എന്ന് പറഞ്ഞാൽ മൂന്ന് സെറ്റാണുള്ളത്. 3 ഇലക്ട്രിക് ബൾബിന്റെ ടൈപ്പ്. അതിൽ നോക്കേ 50A 30B 20C 50A 30B 20C ഇതാണ് 3 നമുക്കുള്ളത്. അപ്പോൾ ഇവിടെ എന്തെങ്കിലും ഒരു ഇവന്റ് ഇതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നടക്കുന്നുണ്ടാവും. ആ അസോസിയേറ്റ് ചെയ്ത് നടക്കുന്ന ഇവന്റ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ദ സെലക്ടഡ് ഒരു ഇലക്ട്രിക് ബൾബ് സെലക്ട് ചെയ്തു. ദ സെലക്ടഡ് ഇലക്ട്രിക് ബൾബ് ഈസ് ഫൗണ്ട് ടു ബി ഡിഫക്റ്റീവ്. ഓക്കെ, ദെൻ ദ പ്രോബബിലിറ്റി ദാറ്റ് ദ സെലക്ടഡ് ഇലക്ട്രിക് ബൾബ് വാസ് ടൈപ്പ് എ. അതെന്താ സംഭവം എന്നറിയോ? ഇത് 3ഉം അസോസിയേറ്റ് ചെയ്തിട്ട്, അതായത് 3 ഇവന്റുകളുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് വേറൊരു ഇവന്റ് നടക്കും. ആ ഇവന്റ് ഏതിൽ നിന്നാണെന്നുള്ളതായിരിക്കും പിന്നെ നമ്മൾ പറയേണ്ടി വരിക. അപ്പൊ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. അതായത് 3ഉമായിട്ട് അസോസിയേറ്റ് ചെയ്തുകൊണ്ട് ഞാൻ എ എന്ന് പറയുന്നത് ഇവിടെ എ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ അത് കാര്യമാക്കണ്ട. കാരണം ഇത് നമ്മളെ ഇലക്ട്രിക് ബൾബ് എ ആണ്. ബൾബ് എ, ബൾബ് ബി, ബൾബ് സി. അതാണ് ഈ ബൾബിന് കൊടുത്ത പേരായിട്ട് മാത്രം എടുക്കുക. നമ്മൾ ഈ ഇവന്റുകളെ E1 എന്നും ഇതിന് ഞാൻ E2 എന്നും ഇതിന് ഞാൻ E3 എന്നും 3 ഇവന്റുകളായിട്ട് എടുക്കുന്നുണ്ട്. അപ്പൊ E1 എന്ന് പറഞ്ഞാൽ ബൾബ് എ സെലക്ട് ചെയ്യുന്നതാണ് ബൾബ് എ ട്ടോ, ബൾബ് എ. ആൻഡ് E2 എന്ന് പറഞ്ഞാൽ ബൾബ് ബി സെലക്ട് ചെയ്യുന്നതാണ്. E3 എന്ന് പറഞ്ഞാൽ ബൾബ് സി സെലക്ട് ചെയ്യുന്നതാണ്. ഇതെല്ലാം അസോസിയേറ്റ് ചെയ്തിട്ട് ഒരു എ എന്ന് പറയുന്ന ഒരു ഇവന്റ് നടക്കുന്നുണ്ട്. ആ എ എന്ന് പറയുന്ന ഇവന്റ് ആണ് സെലക്ടിങ് ഡിഫക്റ്റീവ് ബൾബ്. അതെങ്ങനെ മനസ്സിലാവുക? ക്വസ്റ്റ്യന്റെ അവസാനം നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവും. എന്തെങ്കിലും ഒരു സാധനം നടന്നിട്ടുണ്ട് എന്നുള്ളത്. അതായത് ഗിവൺ ഇവന്റ്, നടന്നു കഴിഞ്ഞ ഇവന്റ്, അതാണ് നിങ്ങൾ എ ആയിട്ട് ചൂസ് ചെയ്യേണ്ടത്. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ സിമ്പിളാണ്. അപ്പൊ നമുക്ക് വളരെ സിമ്പിളാണ്. ഇങ്ങനെ നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ ഇനി എന്താ വേണ്ടതെന്ന് അറിയാം. അപ്പൊ എ എന്ന് പറയുന്ന ഒരു ഇവന്റ് നടന്നു. എ എന്ന് പറയുന്ന ഇവന്റ് നടന്നിട്ടുണ്ടെങ്കിൽ ഇതാ നോക്കണേ. എ എന്ന് പറയുന്ന ഇവന്റ് നടന്നിട്ടുണ്ടെങ്കിൽ എ എന്ന് പറഞ്ഞ ഇവന്റ് നടന്നു കഴിഞ്ഞു. അപ്പൊ ഈ ഇവന്റ് ആണ് നടന്നു കഴിഞ്ഞത്. അങ്ങനെയാണെങ്കിൽ അത് എ എന്ന് പറഞ്ഞ ഇവന്റ് നടന്നു കഴിഞ്ഞു, അതായത് ഡിഫക്റ്റീവ് ബൾബ് ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ടൈപ്പ് എ ആകാനുള്ള പ്രോബബിലിറ്റി എന്ത് എന്നാണ് ക്വസ്റ്റ്യൻ. ടൈപ്പ് എ ആകാനുള്ള പ്രോബബിലിറ്റി, ടൈപ്പ് എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാകാനുള്ള പ്രോബബിലിറ്റി എന്ത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ആ ഇവന്റ് നടന്നു കഴിഞ്ഞാൽ അത് കിട്ടാനുള്ള പ്രോബബിലിറ്റി, അതാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. കാര്യം വളരെ സിമ്പിളാണ്. നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത്ര മാത്രം. ശ്രദ്ധിക്കുക, നല്ലതുപോലെ ആലോചിച്ചിട്ട് എഴുതിയാൽ മതി. ബുദ്ധിമുട്ടുകളൊന്നുമില്ല, ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് ഇതാണ് കിട്ടേണ്ടത്. ഏത്? ഇതാണല്ലോ എ എന്ന് പറയുന്ന ഇവന്റ് ആണ് ഓൾറെഡി നടന്നു കഴിഞ്ഞത്. അപ്പൊ നടന്നു കഴിഞ്ഞ ഇവന്റ് എപ്പോഴും നമ്മൾ ഗിവൺ കണ്ടീഷൻ ആയിട്ടാണ് കൊടുക്കുക. നടന്നു കഴിഞ്ഞ ഇവന്റ് ആരുടെ പ്രോബബിലിറ്റിയാണ് വേണ്ടത്? E1ന്റെ ടൈപ്പ് 1 ആകാനുള്ള പ്രോബബിലിറ്റി. അപ്പൊ P of E1 ഗിവൺ എ ആണ് കണ്ടെത്തേണ്ടത്. ഓക്കെ, നടന്നു കഴിഞ്ഞ ഹാപ്പൻഡ്, അതായത് ഗിവൺ ഇവന്റ് കണ്ടീഷണൽ പ്രോബബിലിറ്റി വെച്ചിട്ട് തന്നെയാണ് ഇത് ചെയ്യുന്നത്. നടന്നു കഴിഞ്ഞ ഇവന്റ് എ ആണ്. അങ്ങനെയാണ് നമ്മൾ ഇത് എങ്ങനെ എഴുതുക എന്നറിയോ? ആദ്യം നിങ്ങൾ ആ E1 എന്ന് പറയുന്നത് എഴുതുക. P of E1 ഇൻറ്റു P of അടുത്ത എ എഴുതുക, E1 എഴുതുക. അതായത് ഒന്നുമില്ല, ആദ്യം E1 എഴുതുക. ഇവിടെയുള്ള മുകളിലുള്ള അതേ സാധനം തന്നെ E1 എഴുതുക. പ്രോബബിലിറ്റി ഓഫ് E1 ഇൻറ്റു ഈ സാധനം ഒന്ന് തല തിരിച്ചിട്ട് കൊടുക്കുക. പിന്നെ ബാക്കിയുള്ളത് വളരെ ഈസിയാ. നിങ്ങൾക്ക് എത്ര ടോട്ടൽ ഇവന്റുകൾ തന്നിട്ടുണ്ടോ, നിങ്ങൾക്ക് ടോട്ടൽ എത്ര എണ്ണം തന്നിട്ടുണ്ടോ, ടോട്ടൽ തന്നത് എത്ര എണ്ണാണോ, 3 എണ്ണം അല്ലേ, ആ 3 എണ്ണത്തിനെയും ഇതേപോലെ എഴുതി കൊടുത്താൽ മതി. അതായത് P of E1 ഇൻറ്റു P of A ഗിവൺ ഇവൻ. ഇത് കാണാതെ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും, പക്ഷെ ഇത് ഐഡിയ മനസ്സിലാക്കി പഠിച്ചിട്ടുണ്ടെങ്കിൽ ഈ സിമ്പിളാണ്. 3 എണ്ണല്ലേ ഉള്ളത്. അപ്പോൾ P of E2 ഇൻറ്റു A ഗിവൺ E2 എന്നാണ് കൊടുക്കേണ്ടത്. ആൻഡ് പ്ലസ് P of E3 ഇൻറ്റു P of A ഗിവൺ E3. ദാറ്റ്സ് ഇറ്റ്. ഇനി നിങ്ങൾ ഓരോന്നിൻ്റെയും പ്രോബബിലിറ്റി എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ആൻസർ കിട്ടും. സിമ്പിളാണ്. ഞാൻ ആദ്യം എഴുതുന്നതേ ഈ E1 E2 E3യുടെ ഒക്കെ പ്രോബബിലിറ്റിയാണ്. പ്രോബബിലിറ്റി ഓഫ് E1, പ്രോബബിലിറ്റി ഓഫ് E2, പ്രോബബിലിറ്റി ഓഫ് E3. ഈ 3 പ്രോബബിലിറ്റികളും ആദ്യം എഴുതണം. ഇത് 3 ഈക്വൽ ആണെങ്കിൽ നമുക്ക് 1/3 1/3 1/3 എന്ന് പറഞ്ഞാൽ എഴുതിയാൽ മതിയായിരുന്നു. പക്ഷെ അങ്ങനെയല്ല. ടോട്ടൽ 50 30 20 100 ബൾബുള്ളത്. 100 എണ്ണത്തിൽ 50ഉം ടൈപ്പ് എ. അപ്പൊ 50/100 തന്നെ കൊടുക്കണം. 50/100 എന്ന് പറഞ്ഞാൽ 5/10. ഞാൻ കുറച്ചുകൂടി സിമ്പിൾ ആക്കി 5/10 എഴുതി. പ്രോബബിലിറ്റി ഓഫ് ബി എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ബൾബ് E2ന്റെ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ ബൾബ് ബി സെലക്ട് ചെയ്യാനുള്ളതാ. ബിയിൽ 30 എണ്ണ ഉള്ളത്. അപ്പൊ 30/100 3/10 ആയിരിക്കും ആൻസർ. ഇവിടുത്തത് 20/100 ആൻഡ് 2/10 ഈസ് ദ ആൻസർ. ഓക്കെ, സെലക്ടിങ് ഡിഫക്റ്റീവ് ബൾബ് അതാണല്ലോ നമ്മുടെ ഗിവൺ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ. അപ്പൊ ഞാൻ എഴുതുന്ന സമയത്ത് പ്രോബബിലിറ്റി ഓഫ് E1 ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് A ഗിവൺ E1, A ഗിവൺ E1 കിട്ടണം. ഈ A ഗിവൺ E1 എന്നുള്ളത് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? A ഗിവൺ E1
എ എന്ന് പറഞ്ഞാൽ ഡിഫക്റ്റീവ് അല്ലേ? ഇതാ നോക്കേ, പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ E1. എ എന്ന് പറഞ്ഞാൽ ഡിഫക്റ്റീവ് ബൾബ് കിട്ടാനുള്ള പ്രോബബിലിറ്റിയാണ്. അപ്പൊ ഡിഫക്റ്റീവ് ആണ് ഗിവൺ. E1 എന്ന് പറഞ്ഞാൽ എന്താ? ബൾബ് എ. അപ്പോൾ സംഭവം ഇത്രയേ ഉള്ളൂ. ബൾബ് എ ആണ് കിട്ടിയത് എന്ന് തന്നിട്ടുണ്ട്. ഗിവൺ ഇവന്റെ ബൾബ് എ ആണെന്ന് അറിയാം. അങ്ങനെയാണെങ്കിൽ അത് ഡിഫക്റ്റീവ് ആകാനുള്ളത്. ബൾബ് എ ആണ് നിങ്ങൾ സെലക്ട് ചെയ്തതെങ്കിൽ ഡിഫക്റ്റീവ് ആകാനുള്ളത് അത് ഇവിടെ തന്നിട്ടുണ്ട്. ഇറ്റ് ഈസ് നോൺ ദാറ്റ് 6% ഓഫ് ടൈപ്പ് എ ഇലക്ട്രിക് ബൾബ് ആർ ഡിഫക്റ്റീവ്. നോക്കി, എയിലുള്ള 6% ആൾക്കാർ ഡിഫക്റ്റീവാ. 6% എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് 6/100 ആണ്. റെഡി? അതേപോലെ തന്നെ പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ E2 എന്ന് പറഞ്ഞാൽ ഡിഫക്റ്റീവ് ബൾബ് കിട്ടണം. അത് എവിടെ നിന്നായിരിക്കണം? ബൾബ് ബി നിന്നായിരിക്കണം, ടൈപ്പ് ബി. അപ്പൊ ടൈപ്പ് ബിയുടെ പ്രോബബിലിറ്റി 4%. സോറി, പെർസെൻറ്റേജ് 4%. 4% ആണെങ്കിൽ 4/100. അറ്റ് ദ സെയിം ടൈം പി ഓഫ് എ ഗിവൺ E3 ഈസ് ഈക്വൽ ടു പി ഓഫ് എ ഗിവൺ E3 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2% അല്ലേ? അപ്പോൾ ദാ 2% എന്ന് പറഞ്ഞാൽ 2/100. ഇങ്ങനെ നമ്മൾ എഴുതുക 2/100. റെഡി? സോ ഓക്കെ, നമുക്കറിയാം. അപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മൾ എഴുതിയിട്ടുണ്ടെങ്കിൽ അപ്പം ഈ കാര്യങ്ങളൊക്കെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളതാണ്. ഇത് നമ്മൾ വേർഡ്സ് ആക്കി മാറ്റി എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. ഇനി നോക്ക്, പ്രോബബിലിറ്റി ഓഫ് E1 എന്ന് പറയുമ്പോൾ 5/10 അല്ലേ? 5/10 ഇൻറ്റു എ ഗിവൺ E1 എന്ന് പറയുമ്പോൾ 6/100. ഓക്കെ, ഓൾ ഡിവൈഡഡ് ബൈ ഇത് തന്നെ ഒന്നുകൂടി എഴുതേണ്ടി വരും. 5/10 ഇൻറ്റു 6/100 പ്ലസ് അടുത്തത് പ്രോബബിലിറ്റി ഓഫ് E2ന്റെ പ്രോബബിലിറ്റി 3/10 ആണ് ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ E2 4/100 പ്ലസ് അടുത്തത് എഴുതുന്ന സമയത്ത് പ്രോബബിലിറ്റി ഓഫ് E3 2/10 ആണ് ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ E3. സോറി, ഇത് 2/10 അല്ല, 2/10 ആ. ഓക്കെ, ഇത് 2/100. യാ. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ബുദ്ധി ഉപയോഗിച്ച് ചെയ്ത ആക്ച്വലി. കാരണം ഇവിടെ 10/100 30/10 ഇൻറ്റു 100 എന്ന് വരും. ഇവിടെ ഒക്കെ 10 ഇൻറ്റു 100 ഡിനോമിനേറ്ററിലുണ്ട്. ഇതൊക്കെ ഫ്രാക്ഷൻസാണ്. ഏത് സമയത്ത് 10/100 കോമൺ ആയിട്ട് ഡിനോമിനേറ്ററിൽ വരും. അപ്പോൾ ഈ 10/100ഉം ഈ 10/100ഉം എല്ലാം ക്യാൻസൽ ചെയ്യാം നിങ്ങൾക്ക് ആക്ച്വലി. മനസ്സിലായോ? വേണമെങ്കിൽ ഇവിടുന്ന് പുറത്തെടുത്തോ എന്നിട്ട് ക്യാൻസൽ ചെയ്താലും മതി. ഇനി അത് കൺഫ്യൂഷൻ ആണെങ്കിൽ അങ്ങനെ തന്നെ കാണിച്ചു തരാം കേട്ടോ. അതാ നോക്ക്, 5 ഇൻറ്റു 6/10 ഇൻറ്റു 100 ഇങ്ങനെ വരും. ഇവിടെ നിന്നൊക്കെ നമ്മൾ ഈ 1/10 ഇൻറ്റു 100 കോമൺ എടുത്താലേ 5 ഇൻറ്റു 6 30 പ്ലസ് 3 ഇൻറ്റു 4 12 പ്ലസ് 2 ഇൻറ്റു 2 4 എന്ന് വരും. എന്നിട്ട് ഈ 10 ഇൻറ്റു 100ഉം ഈ 10 ഇൻറ്റു 100ഉം ക്യാൻസൽ. അപ്പോൾ അതാ 30 ഡിവൈഡഡ് ബൈ 30ഉം 12ഉം 42ഉം 4ഉം 46 കിട്ടും. ഇതാണ് ആൻസർ. ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ നോക്ക്. 30/46 ഇല്ലെങ്കിൽ 15/23 എന്ന് പറഞ്ഞെടുക്കാം. 15/23 അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ നോക്ക്. 15/23. യെസ്. അപ്പോൾ ഇതാണ് കറക്റ്റ് ആൻസർ വരിക. അപ്പോൾ ബേസ് തിയറം സിമ്പിളാ. നിങ്ങൾ ആ ഒരു ഐഡിയ മനസ്സിലാക്കിയിട്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഐഡിയ മനസ്സിലാക്കിയിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ബേസ് തിയറം ഈസ് വെരി സിമ്പിൾ. ഓക്കെ, സോ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഇനിയും കൂടുതൽ വീഡിയോകൾ നിങ്ങൾക്ക് ഈ ഒരു ചാനലിൽ നിന്ന് കിട്ടുന്നതായിരിക്കും. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക.